ഇത് കണ്ടോ കൂട്ടുകാരെ, ഇത് താറാവ് മുട്ട പുഴുങ്ങിയതാണേ. ഇതിന് നല്ലൊരു ഔഷധ ഗുണമുണ്ട്, നിങ്ങൾക്കറിയാമോ? പലതരം മരുന്നിൻ്റെ കൂടെ, അതായത് തൊട്ടാവാടി നീരിലും അതുപോലെ തന്നെ മുക്കൂറ്റി നീരിലും ഒക്കെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ ഇതൊന്നും സാധിക്കാത്തവർക്ക് ഇത് വെറുതെ നമ്മൾ പുഴുങ്ങി രാവിലെ തന്നെ അതിരാവിലെ വെറും വയറ്റിൽ ഇതൊരു 10 ദിവസം അടുപ്പിച്ച് കഴിക്കുക. ഒരു താറാമുട്ട പുഴുങ്ങിയത് അതിരാവിലെ വെറും വയറിൽ വെച്ച് 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് പൈൽസിൻ്റെ അസുഖത്തിന് വളരെയധികം നല്ലതാണ്, നന്നായിട്ട് ഭേദപ്പെടും അനുഭവമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് അറിയാമായിരിക്കും പലർക്കും, പക്ഷെ നമുക്ക് ഇതിങ്ങനെ വെറുതെ പുഴുങ്ങി കഴിച്ചാൽ അത് പറയണേക്കെ ഉപ്പിലിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തലേ ദിവസം തന്നെ നമ്മൾ പുഴുങ്ങി വെക്കുകയോ അല്ലെങ്കിൽ രാവിലെ തന്നെ പുഴുങ്ങുകയോ ചെയ്യുക. അതിനുശേഷം രാവിലെ വേറെ ഒരു ഭക്ഷണവും കഴിക്കാതെ, ചായ പോലും കുടിക്കാതെ ഇത് കഴിക്കുക. അങ്ങനെ ഒരു 10 ദിവസം നമ്മൾ തുടർച്ചയായി ചെയ്താൽ തീർച്ചയായും നമ്മുടെ പൈൽസ് ഭേദപ്പെടും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്, എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കഴിക്കാത്തവർക്ക് എനിക്കറിയില്ല. പിന്നെ ഇത് കൂടാണ്ട് ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടാവാടി നീര്, ഈ മുട്ട പൊട്ടിച്ചതിന് ഉള്ളിലുള്ളത് മാറ്റിയതിന് ശേഷം, വെള്ളക്കരു മഞ്ഞക്കരു മാറ്റിയതിന് ശേഷം നമ്മുടെ തൊട്ടാവാടി ഇടിച്ച് പിഴിഞ്ഞ നീര്, നന്നായിട്ട് അരിച്ചെടുത്ത നീര് ഈ തൊണ്ടിന് ഫുള്ളായിട്ട് ഒഴിക്കുക. അപ്പം ഈക്വലായില്ലേ, ഇതിൻ്റെ ഉള്ളിലുള്ളതിലും ഇതും കൂടി ഈക്വലായി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടാവാടിക്ക് പകരമായിട്ട് മുക്കൂറ്റി ചതച്ച് ഇടിച്ചു പിഴിഞ്ഞ നീര്, അതാണെങ്കിലും ഈ ഒരടപ്പ്, അതായത് നമ്മളൊരു ഇത്തിരി ഭാഗം പൊട്ടിച്ചിട്ട് ആ ഉള്ളിലുള്ള വെള്ളക്കുരു മഞ്ഞക്കുരു ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിലൂടെ ആ നീരൊഴിച്ച് മുക്കൂറ്റിയുടെയോ അല്ലെങ്കിൽ തൊട്ടാവാടിയുടെയോ നീര് ഇതിനകത്ത് നിറയ്ക്കുന്നു. എന്നിട്ട് ഉപ്പൊന്നും ഇടരുത്, വെറുതെ അതങ്ങോട്ട് മിക്സ് ചെയ്യുക, ഓംലെറ്റ് പോലെ ആക്കുക, വെറും വയറാലെ തിന്നുക. അപ്പോൾ അത് കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ഇപ്പം മുക്കൂറ്റിയും അതുപോലെ തന്നെ തൊട്ടാവാടിയൊക്കെ നീര് സംഘടിപ്പിക്കുക അങ്ങനെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഈ താറാവ് മുട്ട വെറുതെ, നാടൻ താറാവ് മുട്ട കിട്ടിയാൽ അത്രയും നല്ലത്, വെറുതെ പുഴുങ്ങുക. തലേദിവസം പുഴുങ്ങി വെച്ചാലും കൊള്ളാം, രാവിലെ പുഴുങ്ങിയാലും കൊള്ളാം. വെറും വയറിൽ ഇത് കഴിക്കുക. ഇത് കഴിച്ച് ഒരു 1/2-3/4 മണിക്കൂർ ശേഷം മാത്രം വേറെ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. ചെയ്തു നോക്കിക്കോളൂ. പൊടിക്കൈ.